ഞങ്ങളുടെ ഈ യാത്ര ചെന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു സ്ഥലത്തായിരിക്കും കേട്ടോ. ഒരുപാട് സങ്കടങ്ങൾ ഒരുമിച്ച് നമുക്ക് നേരിട്ട് ചെവിയിൽ പോയി പറഞ്ഞ് ദൈവത്തിനെ നേരിട്ട് കാണാം എന്നുള്ള ഒരു നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ടല്ലേ, നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ, ദൈവത്തിനോട് സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ലേ. വിശ്വാസികൾക്ക് അതൊക്കെ നടത്താൻ സാധിക്കും കേട്ടോ. നമ്മൾ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ മുത്തപ്പൻ്റെ മുന്നിലാണ് കേട്ടോ. ഞാൻ പറയാറില്ലേ, എനിക്ക് ഏറ്റവും വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മുത്തപ്പനെ അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പനെ. ഈ ഒരു വിശ്വാസത്തിനെക്കാട്ടും വലുതായിട്ട് എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല. കണ്ണൂർ പറശ്ശിനിക്കടവ് നമ്മൾ പലവട്ടം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അവിടുത്തെ പ്രത്യേകിച്ച് വഴിപാടുകളും കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് പറയാനറിയില്ല. എനിക്ക് എൻ്റേതായ രീതിയിൽ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയൂ കേട്ടോ. നമ്മളങ്ങനെ എന്താ പറയുക, അവിടുത്തെ കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ, പൂജ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ മുത്തപ്പനെ നമ്മളിങ്ങനെ കാണുമല്ലോ, അരുളിപ്പാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കാണുമല്ലോ, അങ്ങനെയൊക്കെ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. എന്നിരുന്നെങ്കിൽ കൂടിയിട്ട് ഇന്ന് വരെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അവസരം, അത് ഭയങ്കര ഭാഗ്യമാണ്. ഇത്രയും വർഷം നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക, ഏട്ടൻ വരാറുണ്ട് കേട്ടോ. ഏട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ കോർഡിനേഷനിലും കാര്യങ്ങളിലൊക്കെ മുന്നായിട്ട് നിന്നുടന്ന ഒരാളാണ്. ഇപ്രാവശ്യം പിന്നെ ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കാൻ സാധിച്ചില്ല. പക്ഷേ നമുക്ക് നേരിട്ട് പോയി കാണാനും സംസാരിക്കാനും എല്ലാത്തിനും പറ്റിയിട്ടോ. ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിച്ചു, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ടോ. ആ ഒരു ചോദ്യത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ധൈര്യം, ആ ഒരു ബലം, അത് മതി നമ്മുടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട്. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വെച്ചിട്ട് 15ാമത്തെ മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം കൊണ്ടാടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോഴാണെങ്കിലും നല്ല തിരക്കുണ്ട്. പിന്നെ കാലത്തും വൈകിട്ടൊക്കെ ഇതുപോലെ തന്നെ തിരക്കുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ഭക്ഷണം കൊടുക്കൽ, അതായത് നമുക്ക് ഉച്ചയൂണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പറശ്ശിനിക്കടവ് അമ്പലത്തിന് മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താ വെച്ചാൽ, അവിടുത്തെ പൂജയും വഴിപാടും എന്ന് പറയുന്നത് തിരുവപ്പനെയും വെള്ളാട്ടമാണ്. ഈ തിരുവപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ശിവനും, വെള്ളാട്ടം എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് കേട്ടോ. നമ്മുടെ മനസ്സിലത്തെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും ഇവിടെ ഇരിക്കുന്ന ഈ തെയ്യക്കോലത്തിനോട് പറഞ്ഞ് നമുക്ക് ആശ്വാസം നേടാം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇനി എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സന്തോഷം, ഒരുപാട് എന്താ പറയുക, ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അമ്മൂട്ടിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും പായും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് തൊഴുത് എന്താ പറയുക, പ്രസാദമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ ചെയ്തത്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ മുത്തപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് 2 ദിവസത്തെ പരിപാടിയാണ് നമുക്കിവിടെ അജ്മാനിൽ ഉണ്ടായിരുന്നത്. പ്രവാസികൾക്ക് അതൊരു വലിയ അനുഗ്രഹമാണല്ലേ. എപ്പോഴും നാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുമ്പോൾ ഒന്ന് പോയി തൊഴാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കൊന്നുമില്ല. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഇങ്ങനെയൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഭാരവാഹികളോടും ഒരുപാട് നന്ദി പറയാണ് കേട്ടോ.